ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ സോഷ്യൽ സയൻസ് ക്ലാസ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സോഷ്യൽ സയൻസിൻ്റെ 4ാമത്തെ യൂണിറ്റിൽ ഫോർമേഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് INC നമ്മൾ മനസ്സിലാക്കിയത്? 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്. എവിടെയാണ്? ബോംബെയിലെ ദേശപാൽ സാൻസ്ക്രിറ്റ് കോളേജിലാണ്. അപ്പോഴാണ് ഇതിന് നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു? WC ബാനർജി. അതിന് ഇനിഷ്യേറ്റ് ചെയ്തത് ദി ഫോർമർ ബ്രിട്ടീഷ് സിവിൽ സർവൻറ്റ് AO ഹ്യൂം. അതേപോലെ നമ്മൾ ദി മേജർ എയിംസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചിരുന്നു. എന്തൊക്കെയാണ്? ടു പ്രൊമോട്ട് ഫെലോ ഫീലിംഗ് എമംഗ് ദി വോളണ്ടിയേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി കൺട്രി, ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ് ബിയോണ്ട് ദി റിലീജിയസ് കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയാലിറ്റീസ്, ടു ബ്രിങ് ദി പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു ദി നോട്ടീസ് ഓഫ് അതോറിറ്റീസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. വിത്ത് ദി ഫോർമേഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദി അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് അറ്റൈൻഡ് ഓൺ ഓർഗനൈസ്ഡ് നേച്ചർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടുകൂടി അജിറ്റേഷൻസ്, എന്താണ് അജിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ? പ്രക്ഷോഭം, എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ. അറ്റൈൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് നേച്ചർ, ഒരു ഓർഗനൈസ്ഡ് എന്ന് വെച്ചാൽ സംഘടിത സ്വഭാവം കൈവന്നു. അറ്റൈൻഡ് എന്ന് വെച്ചാൽ കൈവന്നു. വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടുകൂടി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഒരു സംഘടിത സ്വഭാവം കൈവന്നു. സച്ച് ഓർഗനൈസ്ഡ് അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് പവർ ക്യാൻ ബി കോൾഡ് ദി നാഷണൽ മൂവ്മെൻറ്റ്. ഇങ്ങനെയുള്ള അജിറ്റേഷൻസ് അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ, ബ്രിട്ടീഷ് ശക്തിക്കെതിരെയുള്ള ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷണൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത്. Based on the style and strategies of the agitations, the national movement can be divided into 3 phases. ഈ അജിറ്റേഷൻസിൻ്റെ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളുടെ സ്റ്റൈലും സ്ട്രാറ്റജീസും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് ഈ നാഷണൽ മൂവ്മെൻറ്റിനെ 3 ഫേസായിട്ട് അല്ലെങ്കിൽ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഏതൊക്കെ? ദി പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, അതായത് മിതവാദി ദേശീയത അല്ലെങ്കിൽ മിതവാദ ദേശീയതയുടെ കാലഘട്ടം. മോഡറേറ്റ് എന്ന് വെച്ചാൽ മിതവാദികൾ, മിതവാദ ദേശീയതയുടെ കാലഘട്ടം. അടുത്തത് ദി പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം. എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ തീവ്രവാദം, അപ്പോൾ തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം. അടുത്തത് എന്താണ്? ഗാന്ധിയൻ കാലഘട്ടം എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കാം. ദി പീരീഡ് ഫ്രം 1885 to 1905 ഓഫ് മോഡറേറ്റ് നാഷണലിസം. മിതവാദികളുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമായിരുന്നു. ദി ലീഡേഴ്സ് ഓഫ് ദിസ് പീരീഡ് വെയർ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ്. ഈ സമയത്തുള്ള ലീഡേഴ്സ്, ഈ ഒരു പീരീഡിലുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരായിരുന്നു. ദി പ്രോമിനൻ്റ് എമംഗ് ദം വെയർ ദാദാബായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയബ്ജി ആൻഡ് ഫിറോസ് ഷാ മേത്ത. ഇതിനകത്ത് പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയായിരുന്നു? ദാദാബായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയബ്ജി ആൻഡ് ഫിറോസ് ഷാ മേത്ത. Their policy was to bring the common problems and demands to the notice of the British government by means of petitions, resolutions and protest. അതായത് അവരുടെ പോളിസി എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന ലീഡേഴ്സിൻ്റെ പോളിസി എന്ന് പറയുന്നത്, ഫസ്റ്റ് ബ്രിങ് ദി കോമൺ പ്രോബ്ലംസ് ആൻഡ് ഡിമാൻഡ്സ്. കോമൺ പ്രോബ്ലംസ്, പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളും, പിന്നെ ഡിമാൻഡ്സ്, ആവശ്യങ്ങളും, ടു ദി നോട്ടീസ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അവർ കൊണ്ടുവന്നത്? ബൈ മീൻസ് ഓഫ് പെറ്റീഷൻസ്. പെറ്റീഷൻ എന്ന് വെച്ചാൽ പരാതി, പിന്നെ റെസൊല്യൂഷൻ, പ്രമേയങ്ങൾ, ആൻഡ് പ്രൊട്ടസ്റ്റ്, പ്രക്ഷോഭങ്ങൾ. ഇങ്ങനെയൊക്കെ ആയിരുന്നു അവർ കൊണ്ടുവരാൻ നോക്കിയത്. മനസ്സിലായോ? അതായത് അവരുടെ പൊതുവായ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നു? പെറ്റീഷൻസ് കൊടുക്കുക, റെസൊല്യൂഷൻസ്, പ്രമേയങ്ങൾ പാസ്സാക്കുക, പിന്നെ പ്രൊട്ടസ്റ്റ്, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക എന്നിവയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ദി ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഡിഡ് നോട്ട് പ്രോപ്പർലി കൺസിഡർ ദം. നിർഭാഗ്യവശാൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഇത് ശരിയായി കൺസിഡർ ചെയ്തില്ല, ശരിയായ രീതിയിൽ അവർ പരിഗണിച്ചില്ല. ഇവിടെ തന്നിട്ടുള്ളത് മോഡറേറ്റ് നാഷണലിസം അല്ലെങ്കിൽ മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിലുള്ള ആൾക്കാരുടെ ഫോട്ടോസാണ് അല്ലെങ്കിൽ ചിത്രങ്ങളാണ്. ആരൊക്കെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയബ്ജി, ഫിറോസ് ഷാ മേത്ത, പിന്നെ ദാദാബായ് നവറോജി. These leaders studied the root causes of the poverty in British India. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോവർട്ടി,
ഈ ദാരിദ്ര്യത്തിന് മൂല കാരണം എന്താണ് എന്ന് ഈ പറയുന്ന ലീഡേഴ്സ് സ്റ്റഡി ചെയ്തു അല്ലെങ്കിൽ പഠിച്ചു. ആൻഡ് ദീസ് സ്റ്റഡീസ് ഫോംഡ് ദി ഐഡിയോളജിക്കൽ ബേസ് ഫോർ ദി നാഷണൽ മൂവ്മെൻറ്റ്. ഈ സ്റ്റഡീസാണ് അല്ലെങ്കിൽ ഈ ഒരു പഠനങ്ങളാണ് എന്താണ് ഐഡിയോളജിക്കൽ ബേസ് അല്ലെങ്കിൽ ആശയപരമായ അടിത്തറ ഏതിൻ്റെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ആശയപരമായ അടിത്തറയ്ക്ക് കാരണമായത്. മനസ്സിലായല്ലോ? അടുത്തത് ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തമെന്നും പറയാം. അപ്പോൾ ഡ്രെയിൻ തിയറി കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ ദാദാബായ് നവറോജിയാണ്. ഡ്രെയിൻ തിയറി ഈസ് ദി മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദാദാബായ് നവറോജി. ദാദാബായ് നവറോജിയുടെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു എന്ത്? ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. ദർ വാസ് എ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട് ഡ്യൂറിങ് കൊളോണിയൽ റൂൾ. അതായത് ഇന്ത്യയുടെ സ്വത്ത് ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിലും ഈ ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ടുപോയിരുന്നു. അതാ പറയുന്നത് ദർ വാസ് എ ഡ്രെയിൻ ഓഫ് വെൽത്ത്, സ്വത്ത് ചോർത്തിക്കൊണ്ടുപോയിരുന്നു. എങ്ങോട്ട്? ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട്, ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് ഡ്യൂറിങ് കൊളോണിയൽ റൂൾ. അതായത് ഈ കോളനി ഭരണ സമയത്ത്, ഈ ബ്രിട്ടീഷുകാരുടെ കോളനി ഭരണ സമയത്ത്. ഇറ്റ് വാസ് മെയിൻലി ഇൻ ദി ഫോം ഓഫ് സാലറി, ടാക്സസ് ആൻഡ് ഗിഫ്റ്റ്സ്. ഇത് പ്രധാനമായിട്ടും ഈ സ്വത്ത് ചോർത്തിക്കൊണ്ടു പോയിരുന്നത് പ്രധാനമായിട്ടും ഏതൊക്കെ രീതിയിലായിരുന്നു? സാലറി അല്ലെങ്കിൽ ശമ്പളമായിട്ട്, പിന്നെ ടാക്സസ് നികുതിയായിട്ട്, ആൻഡ് ഗിഫ്റ്റ് സമ്മാനമായിട്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു ചോർത്തിക്കൊണ്ടു പോരുന്നത്. ഹി പ്രൂവ്ഡ് ദാറ്റ് ദി എക്കണോമിക് ഡ്രെയിൻ അണ്ടർ ദി ബ്രിട്ടീഷ് റൂൾ ഇൻ ദി റൂട്ട് കോസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ ഒരു ദാരിദ്ര്യത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ എക്കണോമിക് ഡ്രെയിൻ അല്ലെങ്കിൽ സാമ്പത്തിക ചോർച്ചയാണ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. ഇതാണ് ഡ്രെയിൻ തിയറിയിലൂടെ ദാദാബായ് നവറോജി പറഞ്ഞു തന്നത്. ഓക്കെ, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നന്നായി പഠിക്കുക. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ബംഗാൾ വിഭജനം. ദി സീറ്റ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ വാസ് ബംഗാൾ. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയിലെ ആസ്ഥാനമെന്ന് പറയുന്നത് ബംഗാളായിരുന്നു. പീപ്പിൾ ഓഫ് ബംഗാൾ ഹാഡ് ബീൻ ലിവിങ് ലൈക്ക് ബ്രദേഴ്സ്. ബംഗാളിലെ ജനങ്ങൾ എങ്ങനെയായിരുന്നു താമസിച്ചിരുന്നത്? ലൈക്ക് ബ്രദേഴ്സ്, സഹോദരങ്ങളെ പോലെയാണ് താമസിച്ചിരുന്നത്. ദേ ഹാഡ് ബീൻ ക്യാരിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ് അഗെയിൻസ്റ്റ് പോളിസീസ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്ന് വെച്ചാൽ നയങ്ങൾക്കെതിരായി ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ജനങ്ങൾ ചെയ്തിരുന്നു. In 1904, the Secretary of Home Affairs, Risley, observed Bengal united is power. Bengal divided will pull several different ways. One of our major objectives is to split up and thereby weaken a solid body of opponents to our rule. അതായത് ഹോം അഫയേഴ്സ് സെക്രട്ടറി ആയിരുന്ന, അതായത് റിസ്ലി, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തരകാര്യ സെക്രട്ടറി ആയിരുന്ന റിസ്ലി 1904 ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം? ബംഗാൾ യുണൈറ്റഡ് ഈസ് പവർ. ഒരുമിച്ച് നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. എന്നാൽ ബംഗാൾ വിഭജിച്ചാൽ അതിൻ്റെ ശക്തി കുറയും. മാത്രമല്ല അവരുടെ ഭരണത്തെ, ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ എതിർത്തിരുന്നവരുടെ ശക്തി കുറയും. ഈ ബംഗാൾ വിഭജനം മൂലം അവരുടെ ശക്തി കുറയുമെന്നാണ് ആരഭിപ്രായപ്പെട്ടത്? ഹോം അഫയേഴ്സ് സെക്രട്ടറി ആയിരുന്ന റിസ്ലി അഭിപ്രായപ്പെട്ടത്. ഓക്കെ, ദെൻ ദി ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ട്രീറ്റഡ് ബംഗാൾ ആസ് എ ഗ്രോയിങ് പവർ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കരുതിയിരുന്നത് ബംഗാൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുന്ന, വളർന്നു വരുന്ന ഒരു ശക്തിയായിട്ടാണ് കരുതിയിരുന്നത്. ഇൻ ദിസ് ബാക്ക്ഗ്രൗണ്ട് ദി വൈസ്രോയി ലോർഡ് കേഴ്സൺ ഡിവൈഡഡ് ബംഗാൾ ഇൻ 1905. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലാണ് ബംഗാളിലെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കേഴ്സൺ പ്രഭു ബംഗാളിനെ 1905 ഡിവൈഡ് ചെയ്തത്. നെക്സ്റ്റ് നോക്കിക്കേ, അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താ? വാട്ട് വെർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ദി ബ്രിട്ടീഷ് ടു ഡിവൈഡ് ബംഗാൾ? എന്തൊക്കെ ഘടകങ്ങളാണ് ബ്രിട്ടീഷുകാരെ ബംഗാൾ വിഭജനത്തിലേക്ക് നയിച്ചത്? എന്തൊക്കെയാണ്? ടീച്ചർ പറഞ്ഞല്ലോ എന്തൊക്കെയാണ്. പീപ്പിൾ ഓഫ് ബംഗാൾ ഹാഡ് ബീൻ ലിവിങ് ലൈക്ക് ബ്രദേഴ്സ്. They had been carrying out various activities against the policies of the British government. The British officials treated Bengal as a growing power against the British rule. So British believed that if Bengal divided, it will weaken the opponents of British rule. ഇതൊക്കെയാണ് ഘടകങ്ങൾ. National dailies, poets and social leaders strongly opposed the partition. ഈ പാർട്ടീഷനെ അല്ലെങ്കിൽ ഈ വിഭജനത്തെ
ദേശീയ പത്രങ്ങളും കവികളും പിന്നെ സോഷ്യൽ ലീഡേഴ്സും ഒക്കെ വളരെ ശക്തമായിട്ട് തന്നെ എതിർത്തിരുന്നു. ദി ഗ്രേറ്റ് പോയിറ്റ് രവീന്ദ്രനാഥ ടാഗോർ മേഡ് ഹിസ് സ്റ്റാൻഡ് ഓൺ ദി പാർട്ടീഷൻ എക്സ്പ്ലിസിറ്റ്. അതായത് മഹാകവിയായ രവീന്ദ്രനാഥ ടാഗോർ ഈ പാർട്ടീഷനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വിഭജനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി. എക്സ്പ്ലിസിറ്റ് എന്ന് വെച്ചാൽ വ്യക്തമാക്കുക. എന്താണ് വ്യക്തമാക്കിയത്? He stated, the East and West Bengal are the two chambers of the same heart, which is made fertile by the Ganga and the Brahmaputra. ഒരേ ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും. ചേമ്പേഴ്സ് എന്ന് വെച്ച അറകൾ. വിച്ച് ഈസ് മെയ്ഡ് ഫെർട്ടൈൽ ബൈ ദി ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ഇതിനെ ഫലഭൂയിഷ്ടമാക്കുന്നത് എന്താണ്? ഗംഗയും ബ്രഹ്മപുത്രയും. ഇറ്റ് ഈസ് ദി വാം ബ്ലഡ് ഒറിജിനേറ്റിംഗ് ഫ്രം ദീസ് വെസൽസ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദി ആർട്ടറീസ് ഓഫ് ദി ബംഗാളീസ്. ഈ വെസൽസിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന വാം ബ്ലഡ് ഫ്ലോസ് ത്രൂ ദി ആർട്ടറീസ് ഓഫ് ദി ബംഗാളീസ്. ബംഗാളീസിൻ്റെ ആർട്ടറീസ് അല്ലെങ്കിൽ സിരകളിൽ കൂടി ഒഴുകുന്നത് എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ അഭിപ്രായപ്പെട്ടത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബംഗാൾ ബേൺസ്. ബംഗാൾ കത്തി ജ്വലിക്കുന്നു. ദി അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് പാർട്ടീഷൻ സ്റ്റേർഡ് ബംഗാൾ. അജിറ്റേഷൻസ് എന്താണ്? അജിറ്റേഷൻസ് എന്ന് വെച്ചാൽ പ്രതിഷേധ സമരങ്ങൾ. എഗെയിൻസ്റ്റ് പാർട്ടീഷൻ, പാർട്ടീഷന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ സമരങ്ങൾ സ്റ്റേർഡ് ബംഗാൾ, ബംഗാളിനെ ഇളക്കി മറിച്ചു. ഹൗ ഡിഡ് ദി പീപ്പിൾ ഓഫ് ബംഗാൾ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് പാർട്ടീഷൻ? എങ്ങനെയാണ് ബംഗാളിലെ ജനങ്ങൾ ഈ പാർട്ടീഷനെതിരെ പ്രതികരിച്ചത്? ഒന്നാമത്തെ എന്താ? ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്, ഓർഗനൈസ് ചെയ്ത പ്രതിഷേധ മീറ്റിംഗ്. അടുത്തെന്താണ്? പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്. ഫോറിൻ ഗുഡ്സ് അല്ലെങ്കിൽ വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകളൊക്കെ എന്ത് ചെയ്യുക? പിക്കറ്റ് ചെയ്തു. പിന്നെ ബേൺ ഫോറിൻ ക്ലോത്ത്സ്, വിദേശ വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്തു? കത്തിച്ചു. ദെൻ പ്രൊമോട്ടഡ് ദി യൂസ് ഓഫ് ഇന്ത്യൻ പ്രോഡക്ട്സ്. ഇന്ത്യൻ പ്രോഡക്ട്സിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ എന്ത് ചെയ്തു? ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ദെൻ ഓർഗനൈസ്ഡ് മാർച്ചസ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാർച്ചസും പബ്ലിക് മീറ്റിങ്ങും സംഘടിപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് ബംഗാൾ വിഭജനത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചത്. എങ്ങനെയൊക്കെയാണ് പ്രതിഷേധിച്ചത്? പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്, ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ്, പ്രൊമോട്ടഡ് ദി യൂസ് ഓഫ് ഇന്ത്യൻ പ്രോഡക്ട്സ്, ഓർഗനൈസ്ഡ് മാർച്ചസ് ആൻഡ് പീപ്പിൾസ് പബ്ലിക് മീറ്റിംഗ്സ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. ഓക്കെ, അടുത്തത് അവിടെ തന്നിരിക്കുന്നത് നോക്കിയേ. ബാൻ ഓൺ ഷുഗർ. Boycott foreign goods and use Swadeshi products was the main slogan of the agitations against partition of Bengal. ബംഗാൾ പാർട്ടീഷൻ്റെ പ്രതിഷേധ സമരങ്ങളുടെ മെയിനായിട്ടുള്ള സ്ലോഗൻ എന്തായിരുന്നു? ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ്, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, ആൻഡ് യൂസ് സ്വദേശി പ്രോഡക്ട്സ്, സ്വദേശി പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. അതായിരുന്നു ഒന്നാമത്തെ സ്ലോഗൻ എന്ന് പറയുന്നത്. ദി പീപ്പിൾ വെയർ എക്സോർട്ടഡ് ടു ബോയ്ക്കോട്ട് ഈവൻ വെഡ്ഡിംഗ് ടീ പാർട്ടീസ് വെയർ ഫോറിൻ made sugar was used. The nationalists promoted jaggery instead of sugar. വിദേശ നിർമ്മിത പഞ്ചസാര ഉപയോഗിക്കുന്ന വിവാഹ പാർട്ടികൾ പോലും അല്ലെങ്കിൽ വെഡ്ഡിംഗ് ടീ പാർട്ടി ഉപേക്ഷിക്കാനാണ് നേതാക്കന്മാർ പറഞ്ഞത്. അതുമാത്രമല്ല, ഷുഗറിന് പകരം ജാജറി, ശർക്കര ഉപയോഗിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കൺസിഡറിംഗ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി അജിറ്റേഷൻസ്, ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് കമ്പൾഡ് ടു വിഡ്രോ ദി പാർട്ടീഷൻ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ അജിറ്റേഷൻസ്, സമരങ്ങളുടെ ഇൻറ്റൻസിറ്റി വളരെയധികം കൂടുതലായിരുന്നു. ആ സമയത്ത് ബ്രിട്ടീഷുകാർ എന്തിനു നിർബന്ധിതരായി? ടു വിഡ്രോ ദി പാർട്ടീഷൻ, പാർട്ടീഷൻ റദ്ദ് ചെയ്യാൻ നിർബന്ധിതരായി. ആര് നിർബന്ധിതരായി? ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. ഓക്കെ, ഇത്രയും നന്നായി വായിക്കുക, പഠിക്കുക. അതിനോടുള്ള ടീച്ചർ പഠിപ്പിച്ച ഭാഗത്തിൻ്റെ നോട്ട്സ് ഇതിനോടൊപ്പം ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ.